തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് തൃശൂരിൽ ബിജെപിയുടെ കിറ്റ് വിതരണം. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താവിശേഷങ്ങളുമായി ജനകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് ബിജെപി. തൃശൂരിൽ ബിജെപിയുടെ നേതൃത്വത്തിൽ കിറ്റ് വിതരണം ചെയ്യാൻ ശ്രമമെന്ന് പരാതി. അരിയും സാധനങ്ങളും അടങ്ങുന്ന വിഷു കിറ്റാണ് ബിജെപി വിതരണം ചെയ്യാൻ ശ്രമിച്ചത്. പിന്നാലെ LDF പ്രവർത്തകർ ഇത് തടഞ്ഞു. കിറ്റ് വാങ്ങുന്നതിനായി വീട്ടമ്മമാർ ഉൾപ്പെടെ എത്തിയിരുന്നു. തൃശൂർ ഒളരി ഭാഗത്താണ് വിതരണം നടന്നത്. കിറ്റ് വാങ്ങാൻ നിരവധി പേരാണ് എത്തിയത്. ഒളരിയിലെ കാർത്തിക സൂപ്പർ മാർക്കറ്റിലാണ് കിറ്റ് വിതരണം ചെയ്തത്. കട പോലീസ് എത്തി സീൽ ചെയ്തു. 900 രൂപയുടെ 48 കിറ്റുകൾ ഇതിനോടകം വിതരണം ചെയ്തു. ബിജെപി നേതാവ് രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ ഉന്നതി കേന്ദ്രീകരിച്ചായിരുന്നു കിറ്റ് വിതരണം നടന്നത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി 2 ദിവസമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 74 പേർ അറസ്റ്റിൽ. മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 2595 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 59 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കേരളത്തിലെ മഴ മുന്നറിയിപ്പുകളിൽ മാറ്റം വരുത്തി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 3 ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിലാണ് ഇന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറ്റ് ജില്ലകളിൽ നേരിയതോ ഇടത്തരമോ ആയ മഴ ലഭിക്കാനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ധന വിലയിലുണ്ടായ അപ്രതീക്ഷിത വർധനവിനെ തുടർന്ന് ജനരോക്ഷം ശക്തമായ സാഹചര്യത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പെട്രോൾ വിലയിൽ ലിറ്ററിന് 80 രൂപയുടെ കുറവ് പ്രഖ്യാപിച്ചു. വെള്ളിയാഴ്ച അർദ്ധരാത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ ആശ്വാസ നടപടി പ്രഖ്യാപിച്ചത്. ഇതോടെ രാജ്യത്തെ പെട്രോൾ വില ലിറ്ററിന് 458.41 രൂപയിൽ നിന്ന് 378 രൂപയായി കുറഞ്ഞു. യുവനടിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ സംവിധായകൻ രഞ്ജിത്തിനെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തിങ്കളാഴ്ച വരെയാണ് കസ്റ്റഡി കാലാവധി. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും. കേസിൽ നിർണായക തെളിവായ കാരവൻ പ്രത്യേക അന്വേഷണ സംഘം ചങ്ങനാശ്ശേരിയിൽ നിന്ന് പിടിച്ചെടുത്തു. ഇത് കൊച്ചിയിൽ എത്തിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദുകുഷ് മേഖലയിൽ ഉണ്ടായ ശക്തമായ ഭൂചലനത്തെ തുടർന്ന് കാബൂളിൽ വീട് തകർന്ന് 8 പേർ കൊല്ലപ്പെട്ടു. അപകടത്തിൽ ഒരു കുട്ടിക്ക് പരിക്കേറ്റതായും നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അറിയിച്ചു. വെള്ളിയാഴ്ചയുണ്ടായ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 5.9 തീവ്രത രേഖപ്പെടുത്തിയതായി ജർമ്മൻ റിസർച്ച് സെന്റർ ഫോർ ജിയോ സയൻസ് വ്യക്തമാക്കി. ഭൂഗർഭത്തിൽ 177 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. അനൗൺസ്മെന്റ് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസിന് മറുപടി നൽകുമെന്ന് LDF കൺവീനറും പേരാമ്പ്ര മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയുമായ TP രാമകൃഷ്ണൻ പറഞ്ഞു. LDF ചട്ടലംഘനം നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. LDFന്റെ ഭാഗത്തു നിന്നും തെറ്റ് സംഭവിക്കാൻ ഇടയില്ലെന്നും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും TP പറഞ്ഞു. അമേരിക്കൻ തലസ്ഥാനമായ വാഷിംഗ്ടൺ DC-യിലെ മേയർ തെരഞ്ഞെടുപ്പിനുള്ള പ്രൈമറി ബാലറ്റിൽ ഇടം പിടിക്കുന്ന ആദ്യ ദക്ഷിണേന്ത്യൻ സ്ഥാനാർത്ഥിയായി തമിഴ്നാട് സ്വദേശിനി റിനി സമ്പത്ത് ചരിത്രം കുറിച്ചു. 31-കാരിയായ റിനി ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായാണ് ജനവിധി തേടുന്നത്. തമിഴ്നാട്ടിലെ തേനിയിൽ ജനിച്ച റിനി 7ാം വയസ്സിലാണ് അമേരിക്കയിലെത്തിയത്. കഴിഞ്ഞ 10 വർഷമായി വാഷിംഗ്ടൺ DC-യിൽ താമസിക്കുന്ന ഇവർ ഒരു ഗവൺമെന്റ് കോൺട്രാക്ടറായാണ് ജോലി ചെയ്തത്. ന്യൂനപക്ഷങ്ങളെ വോട്ട് ബാങ്കായി മാത്രമേ ചിലർ കാണുന്നുള്ളൂവെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. ഇടതുപക്ഷത്തിന് ന്യൂനപക്ഷങ്ങളെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല. അവർക്കൊപ്പം ഇന്നും നിൽക്കുന്നവരാണ് ഇടതുപക്ഷമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വർഗീയ ശക്തികൾ കേരളത്തിൽ അധികാരത്തിലെത്താൻ ശ്രമിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്നും ബേബി പറഞ്ഞു. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.